ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മന്തി റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് നമ്മൾ ചിക്കൻ ആവശ്യമുണ്ട്. ചിക്കൻ 4ആയിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ മന്തി പീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് തരും അവർ. പിന്നെ അതിന് നമ്മൾ ഫോക്ക് വെച്ച് കുത്തി കൊടുക്കുന്നുണ്ട്. അത് എന്താ വെച്ചാൽ ഉള്ളിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്കാണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ചിക്കനിലേക്ക് ഇടുക. അതിനുശേഷം മുളക് പൊടി ഇടുക. മുളക് പൊടി എല്ലാവരും അധികം യൂസ് ചെയ്യലില്ല. ഇത് ഞാൻ കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. അല്ലെങ്കിൽ കളർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കളർ യൂസ് ചെയ്യേണ്ട വെച്ചിട്ടാണ് ഞാൻ മുളക് പൊടി യൂസ് ചെയ്തത്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മാഗി ക്യൂബ്സും. ഇത്രയും ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളിതിൽ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആ ഒരു ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉപ്പ് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതിട്ടിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നു. അതിലത്തേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ ഏലക്കായ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചോറിനുള്ള പരിപാടിയാണ്. വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലത്തേക്ക് കറാമ്പൂ, പട്ട, അതേപോലെ ഏലക്കായ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് അതിലത്തേക്ക് ഈ ഒരു അരിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് നീളമുള്ള ടൈപ്പ് സാദാ ബസ്മതി റൈസ് അല്ല, ഇത് കുറച്ച് മന്തി റൈസ് എന്ന് പറഞ്ഞിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഈ ഒരു റൈസാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ അതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മറിച്ചിട്ടതിന് ശേഷം നമ്മളടുത്തത് ചട്നിയിലേക്കുള്ള പരിപാടിയാണ്. അതിലത്തേക്ക് തക്കാളി, മല്ലിയില, പച്ചമുളക്, 2 ഉള്ളി, വെളുത്തുള്ളി ഇത്രയും അടിച്ചെടുക്കുക. മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം അതിലത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ ചെറുനാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചോറ് തിളച്ച് വരുമ്പം കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ഉറ്റിച്ച് കൊടുത്താൽ ചോറ് പറ്റിപ്പിടിക്കാതെ വേറിട്ട് നമുക്ക് കിട്ടും. ഇനി വേണ്ടത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിലത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ബാക്കി വന്ന അതിലത്തെ എണ്ണ നമ്മൾ വേറൊരു ഗ്ലാസ്സിൽ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് ലെയർ ചോറിട്ടതിന് ശേഷം ആ ബാക്കി വന്ന എണ്ണ ഇതിൻ്റെ മേലോട്ട് ഒന്ന് വയ്ക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ലെയർ ചോറ് കൂടി ഇടുക. ആ ബാക്കിയുള്ള എണ്ണ ഇടുക. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താ വിചാരിച്ചാൽ കുറച്ച് പാലിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ റൈസിൻ്റെ മുകളിലേക്ക്. പിന്നെ ഞാൻ മുളക് വെച്ചിട്ട് അതൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റോളം ദം ചെയ്യാൻ വെച്ചാൽ മതി. അതിന് ശേഷം ഇത് നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എനിക്ക് പറ്റിയ ഫോൾട്ട് എന്താ വിചാരിച്ചാൽ ഞാൻ റൈസ് എടുത്ത് കുറച്ചധികമായിപ്പോയി. അപ്പോൾ ചിക്കൻ്റെ പീസ് കുറഞ്ഞു പോയി. അപ്പോൾ മസാല റൈസിലേക്ക് പിടിക്കുമ്പോൾ കുറച്ച് കുറവായിപ്പോയി. അപ്പോൾ റൈസ് എടുക്കുമ്പോൾ നോക്കിയിട്ട് അളവ് അനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്